ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 8th ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എ സ്ക്വയർ ആൻഡ് ക്യൂബ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് പഠിക്കായാലും അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് വരികയായാലും നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് കുറെ ഉണ്ടായിരിക്കും. കാരണം സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് അങ്ങനത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കുറെ നമുക്ക് വരും. കറക്റ്റ് ഈ ക്വസ്റ്റ്യൻസ് അല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള നമുക്ക് ആവശ്യമില്ല. അപ്പൊ അവിടെ നേരത്തെ നമുക്ക് ഈ ചാപ്റ്റർ അറിയാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാവരുത്. സോ ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഈസിയാണ്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് എ ക്യൂബ്, സ്ക്വയർ ആൻഡ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം. ചാപ്റ്ററിന്റെ പേരെന്താ? എ സ്ക്വയർ ആൻഡ് ക്യൂബ്. എ സ്ക്വയർ ആൻഡ് ക്യൂബ്. അപ്പൊ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിനെയും ക്യൂബ് നമ്പേഴ്സിനെയും കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ഒരു സ്ക്വയർ നമ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ ക്യൂബ് നമ്പേഴ്സും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്പേഴ്സ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതുപോലെ തന്നെ ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, ആ കൺസെപ്റ്റ് ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ വരുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് ടോപ്പിക് സ്ക്വയർ നമ്പേഴ്സ്. അപ്പൊ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പേര് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കില്ല പഠിച്ചേക്കുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഓൾറെഡി പഠിച്ചിട്ടില്ല ഞങ്ങൾ. 1 into 1 എന്താ 1 ആണെന്ന് അറിയാം. 2 into 2 എന്താണ് 4, 3 into 3 എന്താണ് 9, 4 into 4 എന്താ 16. ഇത് നമ്മൾ ടേബിളിൽ ഓൾറെഡി എന്താ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ഈ നമ്പേഴ്സിനെ സ്ക്വയർ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ക്വയർ നമ്പേഴ്സ് വിളിക്കുന്നു എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.